നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. വെറും അരമണിക്കൂർ മാത്രം മതി ഈ അപ്പം തയ്യാറാക്കാൻ. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇടിയപ്പപ്പൊടിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. ആ കപ്പിൽ തന്നെ ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയും ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പഞ്ചസാര, ഒരല്പം ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളം വേണ്ടി വരും ഇത് അരച്ചെടുക്കാൻ. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിന് നമുക്ക് മാവരച്ചെടുക്കാം. ഇനി നമുക്ക് അതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാക്സിമം അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ടത് പൊങ്ങി വരുന്നതായിരിക്കും. കണ്ടോ, ഈ പരുവത്തിന് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വെള്ളയപ്പം മാത്രമല്ല, പാലപ്പവും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഈ ഒരു ബാറ്റർ വെള്ളയപ്പവും പാലപ്പവും മാത്രമല്ല, നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മധുരവും പിന്നെ അല്പം ഏലക്കാപ്പൊടിയും കിസ്മിസും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പവും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.